Good afternoon. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാഠം 3 അതിന്റെ എവിടം വരെ എത്തി? 13 അല്ലേ? പേജ് നമ്പർ 13. All of you take your textbook. എടുത്തോ? പേജ് നമ്പർ 13 നമ്മൾ വായിച്ചു അല്ലേ? ആദ്യം പാഠം 3 മാനം അത് പഠിച്ചു അല്ലേ? പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ, മാനം നോക്കി സഞ്ചാരം. നമ്മളത് വിശദമായി പറഞ്ഞാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സൂര്യൻ, ചന്ദ്രൻ അല്ലേ? അത് പഠിച്ചില്ലേ നമ്മള്? മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു, മേഘം എഴുതിയല്ലേ നമ്മള്? മേഘം എഴുതിയില്ലേ എല്ലാവരും? നെക്സ്റ്റ് ചന്ദ്രൻ. നീലാഞ്ജന അത് കംപ്ലീറ്റ് ചെയ്യണേ മോളെ. സൂര്യൻ, നക്ഷത്രം അല്ലേ? അത്രയും നമ്മൾ പഠിച്ചു. നമ്മൾ സൂര്യനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സൂര്യൻ കിഴക്കുദിക്കുന്നു പറഞ്ഞു അല്ലേ? പടിഞ്ഞാറ് അസ്തമിക്കും എന്ന് പറഞ്ഞില്ലേ നമ്മള്? ആ സമയത്ത് നമ്മൾ ദിക്കുകളിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് ഉള്ളത് പറഞ്ഞു. കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് അല്ലേ? അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ഏതൊക്കെയാണ് ദിക്കുകളെന്ന്. അപ്പൊ മേഘം നീങ്ങി. അപ്പൊ നെക്സ്റ്റ് എഴുതാം എന്നുള്ളടത്ത് എന്താ എഴുതേണ്ടത്? പേജ് നമ്പർ 14 എടുത്തോ എല്ലാവരും? ഓക്കെ, ശ്രദ്ധിക്കണേ. എന്താ നീങ്ങിയത്? മേഘം അല്ലെ? ഡേഷ് നീങ്ങി, മേഘം നീങ്ങി. എന്ത് എഴുതണം അവിടെ? മേഘം എഴുതും. അപ്പുറം മേഘം തന്നിട്ടുണ്ട് ഓൾറെഡി, എന്നാൽ നിങ്ങൾ എടുത്ത് എഴുതും മേഘം നീങ്ങി. ഡേഷ് നീങ്ങി, മേഘം. അത് നോക്കി അവിടെ എടുത്ത് എഴുതിക്കോ, മേഘം. നെക്സ്റ്റ് എന്താ? ഡേഷ് അസ്തമിച്ചു. എന്താ അസ്തമിച്ചിന്? ആദ്യത്തെ മേഘം എഴുതിയോ നിങ്ങള്? ആദ്യത്തെ മേഘം. നെക്സ്റ്റ് എന്താ? രണ്ടാമത്തത് ഡേഷ് അസ്തമിച്ചു. എന്താ അസ്തമിച്ചിന്? എന്താ അസ്തമിച്ചു നമ്മൾ പഠിച്ചത്? എന്താ റയാൻ? ചന്ദ്രനാണോ അസ്തമിച്ചത്? സൂര്യൻ. ഓക്കെ, സൂര്യൻ അസ്തമിച്ചു. ഡേഷ് അസ്തമിച്ചു എന്നുള്ളത് സൂര്യൻ എഴുതണം. എഴുതി എല്ലാവരും? സൂര്യൻ അവിടെ ഉണ്ട്, അത് തന്നെ നിങ്ങൾ നോക്കി എഴുതിയാ മതി, തെറ്റിക്കരുതേ. നോക്കി എഴുതണം. സാ എഴുതിയിട്ട് ചിഹ്നൂട്ടിട്ട് രാ എഴുതി ആ ഒരു ചിഹ്നം രാ എന്നുള്ളത് ചിഹ്നം എഴുതണം. അപ്പൊ സൂര്യൻ, സൂര്യൻ അസ്തമിച്ചു, മേഘം നീങ്ങി. ഇനി നെക്സ്റ്റ് വൺ മൂന്നാമത്തെ എന്താ? ഡേഷ് ചിരിച്ചു. ആരാ ചിരിച്ചത്? ആരാ? മുബ്താസിം പ്ലീസ്. മുഹമ്മദ് മുബ്താസിം. ആരാ ചിരിച്ചിനി? ചന്ദ്രനല്ലേ? കുട്ടൻ പുഞ്ചിരിക്കുകയല്ലേ ചെയ്തത്? ചന്ദ്രൻ ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു എന്നാണ്. അപ്പൊ ചന്ദ്രൻ ചിരിച്ചു. ചന്ദ്രൻ എന്നിട്ട് എഴുതിയേ ചന്ദ്രൻ ചിരിച്ചു. കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും എഴുതുന്ന സ്ഥലം? പേജ് നമ്പർ 40. എഴുതാം എന്നുള്ളത് ഫസ്റ്റ് മേഘം നീങ്ങി,
സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ ചിരിച്ചു. അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, അതെടുത്ത് ഇപ്പുറം എഴുതിയേ വേണ്ടു, ഡേഷിനെടുത്ത്. എക്സാമിന് വരുമ്പോ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. കുട്ടൻ, അടുത്ത എന്താ? കുട്ടൻ പുഞ്ചിരിച്ചു. ലാസ്റ്റ് വൺ എന്താ? മാനം തെളിഞ്ഞു. മാനം തെളിഞ്ഞു. എഴുതി എല്ലാവരും? അപ്പൊ ഫസ്റ്റ് മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു, മാനം തെളിഞ്ഞു. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതില് പഠിച്ചിന് മാനം കറുത്തു എന്നാണ് അല്ലെ? ഇവിടെ മാനം തെളിഞ്ഞു എന്നുള്ളത്. എഴുതിയോ എല്ലാവരും? അത് നീറ്റിൽ എഴുതണേ. കഴിഞ്ഞോ? ഫസ്റ്റ് വൺ മേഘം നീങ്ങി, അവിടെ തന്നെ ഉള്ളത് അപ്പുറത്ത് എഴുതിയേ വേണ്ടു. മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു, മാനം തെളിഞ്ഞു. ദേവർഷ എഴുതി കഴിഞ്ഞോ? കേൾക്കുന്നില്ല എല്ലാവർക്കും? ദേവർഷ ഫിനിഷ് ആയോ? ദേവർഷ ഓക്കെ. എല്ലാവരും എഴുതി അല്ലേ? ഇത് പറ്റി ഹാദിയ എഴുതുന്നില്ലേ? ഹാദിയ എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. അയാൻ വിജേഷ് എഴുതിയോ? ജോവിൻ എന്തായി? എഴുതി കഴിഞ്ഞോ? ജോയൽ രണ്ടുപേരും സ്റ്റക്കായി. ദീക്ഷിത് പഠിച്ചോ? ദീക്ഷിതേ എഴുതാൻ പഠിച്ചോ? അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ടോ മോനെ? പഠിക്കണം കേട്ടോ. പഠിച്ചു അല്ലേ? നല്ല മോനായി അല്ലേ? ഓക്കെ. അപ്പോ അശ്വിനി എഴുതി കഴിഞ്ഞോ? അശ്വിനി എന്താ എഴുതുന്നുണ്ടോ? കഴിഞ്ഞോ? ആദിത്യൻ ഓക്കെ. നെക്സ്റ്റ് എന്താ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്താം അല്ലെ? കണ്ടെത്താം എന്നാണ് അടുത്തത്. ശ്രദ്ധിച്ചോ എല്ലാവരും? എന്താണ്? രാവിലെ. രാവിലെ ഇല്ലേന്റെ ഓപ്പോസിറ്റ് വിപരീത പദമാണ് പറയുന്നത്. രാവിലെ, വൈകുന്നേരം. രാവിലെ, വൈകുന്നേരം. നെക്സ്റ്റ് എന്താ? രാവിലെ. ശ്രദ്ധിക്കണേ എല്ലാവരും. രാവിലെ, വൈകുന്നേരം. ഉദയം, അസ്തമയം. എന്താ ചെയ്യാ? സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും അല്ലെ? ഉദയം എവിടെയാ ഉദിക്കുക? സൂര്യൻ എവിടെയാ ഉദിക്കുക? ജിയ റോസ്. കിഴക്ക്. ഓക്കെ. കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലെ? അപ്പൊ ഉദയം എന്നുള്ളതിന്റെ വിപരീതമാണ് അല്ലെ? നേരെ ഓപ്പോസിറ്റ് വേണം. ഉദയം, അസ്തമയം. രാവിലെ, വൈകുന്നേരം. ഉദയം, അസ്തമയം. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് രാത്രി. രാത്രിയിലോ
വിപരീതം എന്ത് വരും നേരം? രാത്രി. എന്താ ആയിഷേ? രാത്രി. പകൽ. രാത്രി പകൽ അല്ലെ? രാത്രി പകൽ. നെക്സ്റ്റ് എന്താ? ഇരുട്ട്. എന്താ ഇരുട്ടിന്റെ നിവേദ്യ? ഇരുട്ട്. ഇരുട്ടിന് നേരെ ഓപ്പോസിറ്റ് എന്താ വരുക? വിപരീതം എന്താ വരുക? അൺമ്യൂട്ട് ചെയ്യുമോളെ? ആ ഓക്കെ, അൺമ്യൂട്ട് ചെയ്യും. ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്തോ. ഇരുട്ട്. Please unmute and say Nivedya. Unmute ചെയ്യറാ. ആ പറഞ്ഞോ. ഇരുട്ട് എന്താ വരുക? വെളിച്ചം. ഓക്കെ, ഇരുട്ടിന്റെ നേരെ വിപരീതം എന്താ വരുക? വെളിച്ചം അല്ലെ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചു? രാവിലെ, വൈകുന്നേരം, പിന്നെയോ ഉദയം. രാവിലെ, വൈകുന്നേരം, ഉദയം, അസ്തമയം, പിന്നെയോ രാത്രി, പകൽ. ഇരുട്ട്, വെളിച്ചം. ഇരുട്ട്, വെളിച്ചം. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എന്തൊക്കെയാ? രാവിലെ, വൈകുന്നേരം, ഉദയം, അസ്തമയം, രാത്രി, പകൽ, ഇരുട്ട്, വെളിച്ചം. രാവിലെ, വൈകുന്നേരം. ഇതിന്റെ കൂടെ പറയണേ. രാവിലെ, വൈകുന്നേരം, ഉദയം, അസ്തമയം, രാത്രി, പകൽ, ഇരുട്ട്, വെളിച്ചം. ഇരുട്ട്, വെളിച്ചം. എല്ലാവർക്കും മനസ്സിലായോ? അത് ശ്രദ്ധിക്കണം. എന്താണ് കണ്ടെത്താം എന്നുള്ളതിന്റെ? രാവിലെ, വൈകുന്നേരം വിപരീത പദാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ, വൈകുന്നേരം, ഉദയം, അസ്തമയം, രാത്രി, പകൽ, ഇരുട്ട്, വെളിച്ചം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് എന്താ വേല്? കേൾക്കാം. എന്താണ്? ശ്രദ്ധിക്കണം എല്ലാവരും ഇങ്ങോട്ട്. എന്റെ ആയുഷ എങ്ങോട്ടാ നോക്കുന്ന? ആയുഷേ ക്ലിയർ ഇല്ലേ? ഓ, ആന കേറാമലേൽ ആളു കേറാമലേൽ 1000 കാന്താരി പൂത്തിറങ്ങി. എന്താ അത്? ആർക്ക് പറയാൻ പറ്റും? ആന കേറാമലേൽ ആളു കേറാമലേൽ 1000 കാന്താരി പൂത്തിറങ്ങി. അതെ, റിച്ചാർഡ് സിജോ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. നക്ഷത്രം. ഓക്കെ, ഗുഡ്. നക്ഷത്രമാണല്ലേ? അതിന്റെ ആൻസർ എന്താ? നക്ഷത്രം. ആളു കേറാമലേൽ ആന കേറാമലേൽ 1000 കാന്താരി പൂത്തിറങ്ങി. എന്താ അത്? നക്ഷത്രം അല്ലേ? കൊറേ ഉണ്ടാവൂല്ലേ ആകാശത്ത്? മ്യൂട്ട് ചെയ്തില്ല. മ്യൂട്ട് ചെയ്തില്ല, കുഴപ്പമില്ലപ്പ. ഓക്കെ, അപ്പൊ എന്താ? ആന കേറാമല ആകാശാണല്ലേ? ആളു കേറാമല ആകാശം. 1000 കാന്താരി പൂത്തിറങ്ങി. അപ്പൊ ഒരുപാടുണ്ടാവുമല്ലേ രാത്രി നോക്കിയാൽ നമുക്ക് നക്ഷത്രം. നക്ഷത്രമാണ് അതിന്റെ ആൻസർ. ഓക്കെ, വായിക്കണം എല്ലാവരും അതെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലെസണും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ്, അതായത് 1, 2, 3 ലെസൺസ് ആണ് നമുക്ക് എക്സാമിന് വരിക. സിമ്പിൾ എക്സാം ആണ്. അപ്പൊ നിങ്ങൾ നല്ലപോലെ ഇത് വായിക്കണം. കേരളം മുതല് കേരളം. ആദ്യത്തെ എല്ലാവരും ഫസ്റ്റ് പാഠം എടുത്തേ. ആദ്യത്തെ പാഠം എന്താ? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്.
അല്ലേ? നാളികേരത്തിന്റെ നാടേതാ? ഏതാ അശ്വിനി? നാളികേരത്തിന്റെ നാടേത്? ഏതാ നാളികേരത്തിന്റെ നാട്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഇതേതാ നാളികേരത്തിന്റെ നാട്? ആർക്ക് പറയാൻ പറ്റും നാളികേരത്തിന്റെ നാട് ഏതാ? ഓക്കെ, കേരള അല്ലേ നാളികേരത്തിന്റെ നാട്. കേരളാണല്ലേ, കേരം നിറഞ്ഞ നാടാണ് കേരളം. തെങ്ങുകള് സുലഭമായുള്ള നാടാണ് ഏത്? കേരളം. അതുകൊണ്ട് തന്നെയാണ് കേരം നിറഞ്ഞു നിൽക്കുന്ന നാടായത് കൊണ്ടാണ് കേരളത്തിന് എന്ത് പേര് വന്നത്? കേരളം എന്നുള്ള പേര് വന്നത് അല്ലേ? അപ്പൊ കേരം എന്ന് പറഞ്ഞ തെങ്ങാണ്. നാളികേരത്തിന്റെ നാടേതാ? കേരളമാണ് അല്ലേ? മധുരം മധുരം ഏതാ? മലയാളം അല്ലേ? മധുരം മധുരം മലയാളം. മധുരം മധുരം മലയാളം. നെക്സ്റ്റ് വള്ളം അല്ലേ? വള്ളത്തിന്റെ പാട്ട് എല്ലാവർക്കും അറിയാലോ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു തിത്തൈതകതൈതോ പെണ്ണെ കുയിലാളെ തിത്തൈ തകതൈതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈതോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വായിക്കാം എഴുതാന്നുള്ളത് പിള്ള, വള്ളി, തുള്ളി. ശ്രദ്ധിക്കണം എല്ലാവരും, വായിക്കാനും എഴുതാനും അത് പഠിക്കണേ. തുള്ളി, മുള്ള്. നെക്സ്റ്റ് കണ്ടെത്താം എന്നുള്ളതിന് എതിർലിംഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എതിർലിംഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്ത്? അമ്മ. എന്താണ് അമ്മയുടെ എതിർലിംഗം? ഏതാണ്? ഏതാണ് അയ്യൻ? അച്ഛൻ. നെക്സ്റ്റ് അവൾ. അവൾ എന്നുള്ളതിന്റെ ഏതാ? ഏതാ ബിയോണ? അവൻ. അവൻ. ഓക്കെ. നെക്സ്റ്റ് പിട. പിട എന്നില്ല ഏതാ അലൻ ജോസഫ്? അലൻ പിട. പിട പൂവൻ. ഓക്കെ, പൂവൻ. പിട പൂവൻ. നെക്സ്റ്റ് ഏതാ? പെണ്ണ്. ഏതാണ് ജോവിൻ? പെണ്ണ്. പെണ്ണ്. എന്താ എതിർലിംഗം പെണ്ണിന്റെ? പെണ്ണിന്റെ എതിർലിംഗം എന്താണ്? ആണ്. ഓക്കെ, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താ? നെല്ല് എന്നുള്ളതിൽ എന്താ താഴെ? ഞാറായാൽ ചോറായി. ഞാറായാൽ എന്തായത്? ചോറ് അല്ലെ? ചോറായി. നെക്സ്റ്റ് മുല്ല, പല്ലി, കല്ല്, ചെല്ലം. മുല്ല മൂടേഷ് ഇല്ല. കല്ല് ശ്രദ്ധിച്ച് വായിക്കണേ, എഴുതും വേണം. പല്ലി, ചെല്ലം. നെക്സ്റ്റ് നമ്മള് തെങ്ങ് എന്നുള്ള ഇത് പഠിച്ചു അല്ലെ? തെങ്ങ്. തെങ്ങ് നമ്മുടെ എന്താണ്? തെങ്ങ് നമ്മുടെ തെങ്ങ് നമ്മുടെ എന്താ ആദിത്യൻ? തെങ്ങ് നമ്മുടെ പ്ലീസ് അൺമ്യൂട്ട് ചെയ്തേ മോനെ. കട്ടായി ഹാദി ഹൈദർ. തെങ്ങ് നമ്മുടെ ഡേഷ് എന്താ?
അൺമ്യൂട്ട് ചെയ്യുമോനെ? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. കട്ട് മ്യൂട്ട് ചെയ്യല്ലടാ. ചെയ്. നെക്സ്റ്റ് അമാൻ, തെങ്ങ് നമ്മുടെ പറഞ്ഞോ. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷം അല്ലെ? തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷം. നെക്സ്റ്റ് മാങ്ങ, തേങ്ങ, അങ്ങ്, ഇങ്ങ്, പൊങ്ങി പൊങ്ങി, താങ്ങി താങ്ങി, ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, നാം, നമ്മൾ. ഇനി രണ്ടാമത്തെ പാഠം അല്ലെ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാഠം കേരളം, രണ്ടാമത്തെ പാഠം എന്താ? വെള്ളം അല്ലെ? വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്രേ. കിണർ, കിണർ, കുളം, മഴ പെയ്തു, കിണർ നിറഞ്ഞു, കുളം കവിഞ്ഞു, കിണറ്റിൽ വെള്ളം, വെള്ളം, കിണറ്റിലും കുളത്തിലും വെള്ളം. ഓക്കെ. നെക്സ്റ്റ് കായൽ, കടൽ, കായലിൽ ഓളം, കായലിൽ എന്താ ഉള്ളത്? ഓളം. കടലിൽ, കടലിൽ എന്താ? തിരമാല. കടലിൽ തിരമാല. കായലിൽ വള്ളം തുഴഞ്ഞു, കടലിൽ കപ്പലിറക്കി. കടലിൽ കപ്പലിറക്കി. പുഴ, പുഴയോരം, കടൽ, കടൽ തീരം, കായൽ, കായലോരം, കിണർ, കുളം, കുളം, തോട്, പുഴ, കായൽ, കടൽ. ഓക്കെ. നെക്സ്റ്റ് എന്താ? പാഠം 3 അല്ലെ? അപ്പൊ കേരളം, വെള്ളം, മാനം, ഈ 3 പാഠാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പൊ മാനം, പ്രാവേ പ്രാവേ പോകരുതേ പാവാ കൂട്ട്. ആരാ ചൊല്ലുന്ന പാട്ട്? ഇന്ന് ആരാ ചൊല്ലുന്ന ആ പാട്ട്? അയ്യോ, എല്ലാരും പാടുന്നുണ്ട്. എന്നാ നിവേദ്യ പാടി. നിവേദ്യ. പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ല എന്നാലും ഞാനങ്ങോട്ട് തീയിലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. ഓക്കെ, മനസ്സിലായോ പാട്ട്? ഇനി നെക്സ്റ്റ് എന്താ നമ്മള് അടുത്ത എന്നാ വായിച്ച്? സൂര്യൻ, ചന്ദ്രൻ. മേഘം നീങ്ങി, സൂര്യൻ അസ്തമിച്ചു, മാനം കറുത്തു, നക്ഷത്രം തെളിഞ്ഞു, ചന്ദ്രൻ ചിരിച്ചു, കുട്ടൻ പുഞ്ചിരിച്ചു. മേഘം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം. സൽമാൻ നാസർ, എന്താ നീങ്ങിയത്? എന്ത് നീങ്ങിന നമ്മൾ പഠിച്ചേ? ഡേഷ് നീങ്ങി. എന്താ നമ്മൾ പഠിച്ചേ?
മേഘം നീങ്ങി അല്ലേ? നെക്സ്റ്റ് എന്താ? സൂര്യൻ അസ്തമിച്ചു അല്ലേ? ലേബൽ സൂര്യൻ അസ്തമിച്ചു. ചന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു. ചന്ദ്രൻ ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു. മാനം സൂര്യൻ ചന്ദ്രൻ മേഘം. സൂര്യൻ അസ്തമിച്ചു. മാനം കറുത്തു. നക്ഷത്രം തെളിഞ്ഞു. മാനം ചന്ദ്രൻ ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു. കുട്ടൻ പുഞ്ചിരിച്ചു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ? ചിരിച്ചു. ഓക്കെ. മേഘം ചന്ദ്രൻ സൂര്യൻ. നെക്സ്റ്റ് എന്താ നമുക്ക് പഠിച്ചത് നമ്മള്? രാവിലെ അടങ്ങിയിരുന്നൂടെ? മ്യൂട്ടല്ലാത്ത ഷഹ്ബറ മ്യൂട്ട് ചെയ്തേ മോളെ. കാലം രണ്ടും മുന്നോട്ട് വെച്ചിരുന്നു. ഓക്കെ. അപ്പൊ രാവിലെ വൈകുന്നേരം. രാവിലെ വൈകുന്നേരം അല്ലേ? നെക്സ്റ്റ് ഉദയം. എന്താണ് ഉദയം? അസ്തമിച്ചു. അസ്തമയം. അസ്തമയം. നെക്സ്റ്റ് ആദ്യത്തെ എന്താ നമ്മള് പഠിച്ചത്? രാത്രി. രാത്രി പകൽ. രാത്രി പകൽ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ബിയോണ ഇരുട്ട്. നീലാഞ്ജന ഇരുട്ട്. ഇരുട്ട് വെളിച്ചം. ഇരുട്ട് വെളിച്ചം. നമ്മൾ ആദ്യം മുതൽ എല്ലാം ഒന്ന് എഴുതിയിട്ട് വെക്കണം കേട്ടോ. അന്നൊന്നും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ എല്ലാവരും ഇതുവരെ പഠിക്കണേ. നല്ലപോലെ വായിച്ച് പഠിക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താ പഠിച്ചത്? ആന കേറാമലേൽ ആളു കേറാമലേൽ ആയിരം കാന്താരി പൂത്തിറങ്ങി. എന്താന്നാ പറഞ്ഞത് നമ്മള്? എന്താ നൈല ഷക്കീർ? നൈല എന്താണ്? ആന കേറാമലേൽ ആളു കേറാമലേൽ ആയിരം കാന്താരി പൂത്തിറങ്ങി. എന്ത്? എന്താണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, നക്ഷത്രം. അപ്പൊ ഇതുവരെ എല്ലാവരും വായിച്ച് നല്ല പോലെ പഠിക്കണം. ഓക്കെ. നമ്മുടെ എക്സാമിന് ഇതാണ് വരുവേ, ഈ 3 പാഠം. എല്ലാരും വായിച്ചു പഠിക്കൂലേ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. ബിയോണ യെസ് ആണ്. ഓക്കെ, 2 കൈ കൊണ്ടും പറഞ്ഞു. ഓക്കെ, ഷഹ്ബർ. ഓക്കെ. എല്ലാ മക്കളും നല്ലപോലെ വായിച്ച് പഠിക്കണേ. ഓക്കെ. മുംതാസിം, സാവിയോ, തോ, റസീൻ, ഹാദി ഹൈദർ. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു കൈബൊക്കെ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഉണ്ടോ ഞാനേ? ദയൻ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം വായിച്ചു പഠിക്കണേ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? എല്ലാരും നല്ല മക്കളാണ്. എന്താ റിച്ചാർഡേ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ. എത്ര പാടാ പരീക്ഷയ്ക്ക് വരുവാ? അത് തന്നെ 3 എണ്ണം. ഇവിടെ കേരളം, വെള്ളം, മാനം.
ഈ മൂന്നെണ്ണം നല്ലപോലെ വായിച്ചാൽ മതി കേട്ടോ. വലിയ ആൻസർ. ഓക്കെ ഫാത്തിമ, എല്ലാം പഠിക്കണേ ഫാത്തിമ. ആയുഷ്, സൽമാന, സജിയ. അപ്പൊ ആർക്കും ഇനി സാവിയോ എന്താ മോനെ? അൺമ്യൂട്ട് ചെയ്തോ. എവിടെയാണ് പരീക്ഷയ്ക്ക് പഠിക്കണ്ടേ? അത് തന്നെ മോനെ, ഫസ്റ്റ് പാഠം. അതായത് ഏതാ? കേരളം. നെക്സ്റ്റ് ഏതാ? വെള്ളം. 3 മാനം. ആ 3 പാഠല്ലേ നമുക്ക് കഴിഞ്ഞത്? അത് 3 അപ്പൊ മിസ് എടുത്തത് വരെ. ഓക്കെ, അതായത് പേജ് നമ്പർ 14. ഇവിടെ അല്ലേ നോക്ക്. ഇത് തന്നെ ഇതാ കേട്ടോ. ഇന്ന് തൊട്ട് മുമ്പ്, അതായത് 14, 14ാമത്തെ പേജ്. ഓക്കെ, സാവിയോ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. See you. Bye. Okay. See you.